ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇപ്പം മെയിനായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസൺ ആയിരിക്കുന്നത് കൊണ്ട് ഇഷ്ടംപോലെ ചക്കയും മാങ്ങയും കിട്ടുന്നത് ആ ഒരു ടൈമിൽ തന്നെ ഇഷ്ടംപോലെ ഈച്ചയും നമ്മുടെ വീടുകളിലൊക്കെ വന്നിട്ട് ശല്യം ഉണ്ടാവാറുണ്ട്. എന്ത് ചെയ്താലും എത്ര നമ്മളത് അടച്ച് ഒക്കെ ചാക്കിലാക്കിയിട്ടൊക്കെയാണെന്ന് വെച്ചാൽ പോലും ഈച്ചയുടെ ശല്യമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും. അതിനുള്ള പരിഹാരമൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അതുപോലെ തന്നെ മുരിങ്ങക്കായൊക്കെ അത്യാവശ്യം വീടുകളിൽ മുരിങ്ങ മരമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇതുപോലെ മുരിങ്ങ കായ കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ കറി എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ഇതുപോലെ കൂടുതലായിട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് സ്റ്റോർ ചെയ്യാനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഞാൻ ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഇത് മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് മൂപ്പൊന്നും ഇല്ലാത്ത മുരിങ്ങക്കായാണ് കേട്ടോ. പക്ഷേ ഇത് നമുക്ക് തോരനാക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ തോല് കളഞ്ഞ് വെക്കുന്നുണ്ട്. കളയാതെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മളിതിനെ കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായി തന്നെ തോല് കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ നമുക്ക് എങ്ങനെയാണോ കുക്ക് ചെയ്യാൻ പാകത്തിനുള്ള പരുവം ആ ഒരു പരുവത്ത് നമ്മളിതിനെ എല്ലാത്തിനെയും ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കാം കേട്ടോ. എടുത്തിട്ട് ഇത് നനവില്ലാതെ നമ്മൾ നന്നായി ഒന്ന് തുടച്ചെടുക്കണം. ഞാനിപ്പോൾ ഈ കട്ടിംഗ് ബോർഡിൽ വെച്ചതുകൊണ്ട് കട്ടിംഗ് ബോർഡിൽ കുറച്ച് നനവൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നമ്മളിതുപോലെ നന്നായി ഒന്ന് തുടച്ച് അതിലൊരല്പം പോലും നനവില്ലാതെ വേണം നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. നനവുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നത് കുറേ നാൾ സ്റ്റോർ ചെയ്യുമ്പോൾ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു ബോക്സിലാക്കി വെക്കുക. ആ ബോക്സും നല്ലോണം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണക്കിയെടുത്തിട്ടൊക്കെ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. തുടച്ച് ഒന്ന് ഉണക്കിയിട്ട് നമ്മളിതുപോലൊരു ബോക്സിലാക്കി നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ, ശരിക്കും മാസങ്ങളോളം തന്നെ നമുക്ക് ഈ മുരിങ്ങക്കായ് ഫ്രഷായി തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കുക്ക് ചെയ്യാൻ പോകുന്നതിന് കുറച്ച് സമയം മുമ്പ് നമ്മൾ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഐസ് ആയിട്ടുള്ള ആ ഒരു കട്ടികളതെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മുരിങ്ങക്കായ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായൊക്കെ കൂടുതലായി കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിതേ ഒരു ബൗളിലേക്ക് കുറച്ച് ആൽമണ്ട് പിസിൻ ഇടുന്നുണ്ട് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 4-5 കല്ല് ആണ് ഇടുന്നത്. ഇപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ നമുക്ക് നല്ല ചൂടുള്ള സമയമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള വളരെ നല്ലൊരു ഇതാണ് കേട്ടോ ആൽമണ്ട് പിസിൻ. നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ബോഡിക്ക് നല്ല കൂളിംഗ് കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഓവർനൈറ്റ് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മളിത് രാത്രി ഇതുപോലെ ഇട്ടിട്ട് രാവിലെ ആകുമ്പോഴേക്കും ഇതുപോലെ നമുക്ക് ജെല്ലി പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അതിന് പ്രത്യേകിച്ച് ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നാരങ്ങ വെള്ളം കലക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ചിട്ടിട്ട് നമ്മൾ അതിൽ വെള്ളം ഒഴിച്ച് നമുക്ക് കുടിക്കാം കേട്ടോ. അത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഇപ്പോൾ ഞാൻ മാംഗോ ജ്യൂസാണ് അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചൂട് കൂടുതലായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ മാംഗോ ജ്യൂസാണെന്നുണ്ടെങ്കിൽ പൈനാപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരീരം ഒന്നും കൂടെ ഹീറ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മളൊക്കെ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഇതുപോലെ ആൽമണ്ട് പിസിൻ കുതിർത്തിട്ടുള്ളത് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചൂട് ഈ ഒരു മാംഗോ ജ്യൂസിൻ്റെ ആ ഒരു ഇത് നമുക്ക് ലെവൽ ചെയ്യാൻ സാധിക്കും. ഹെൽത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ സ്ത്രീകൾക്കൊക്കെ വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലമൊക്കെ പരിഹരിക്കാനും ഇതുപോലെ നമ്മൾ ആൽമണ്ട് പിസിൻ നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതിപ്പോൾ മാർക്കറ്റിലെല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു 1.5 കപ്പോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇത് പുട്ടുപൊടി ആയിട്ട് ഞാൻ വാങ്ങിച്ചതല്ല കേട്ടോ. നമ്മളിപ്പോൾ അരി വറുത്ത് പൊടിച്ചിട്ടുള്ള ആ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുട്ടുപൊടി പാക്കറ്റിൽ വാങ്ങിക്കാൻ അവൈലബിൾ ആണല്ലോ, അതാണെന്നുണ്ടെങ്കിലും മതിയാവും കേട്ടോ. അപ്പം ഞാൻ അത് എടുത്തതിന് ശേഷം ഞാൻ ഒരു 3 മാങ്ങ നല്ലോണം തോലെല്ലാം കളഞ്ഞ് മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. അത് നമ്മൾ ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി പുട്ടുപൊടി നനയ്ക്കുന്ന പോലെ തന്നെ നനയ്ക്കുക. നമ്മൾ വെള്ളം ചേർക്കണ്ട. ഈ മാങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് മാത്രം നമ്മൾ ചേർത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ പുട്ടുകുറ്റിയിൽ കുറച്ച് തേങ്ങയും അതുപോലെ കുറച്ച് മാങ്ങ സ്ലൈസ് ചെയ്ത് വെച്ചതും കുഞ്ഞതാക്കി സ്ലൈസ് ചെയ്ത് വെച്ചതും പിന്നെ നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മാങ്ങ ചേർത്തിട്ടുള്ള പുട്ടുപൊടി ഉണ്ടല്ലോ, അതും കൂടെ നമ്മളിതിലേക്ക് ഇട്ടിട്ട് നമ്മൾ പുട്ടുണ്ടാക്കാനാണ് കേട്ടോ.
നമ്മൾ നോർമലായിട്ടുള്ള പുട്ടുണ്ടാക്കുന്നതും ഇതും നല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ട്. കാരണം നമ്മളിതിൽ ഒന്നും ഇതിന് കറിയൊന്നും തന്നെ വേണ്ട കേട്ടോ. നമ്മൾ ഈ ഒരു മാങ്ങയും ഒക്കെ ചേർക്കുന്നത് കൊണ്ടും പിന്നെ ഈ പുട്ടുപൊടിയിൽ നമ്മൾ മാങ്ങ മിക്സ് ആക്കിയിരിക്കുന്നത് കൊണ്ടും നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ മാങ്ങ സീസണൊക്കെ ആണല്ലോ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇതുപോലെ ഒരു പുട്ടുണ്ടാക്കി നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. പുട്ടുണ്ടാക്കിയിട്ട് ഞാനത് പ്ലേറ്റിലേക്ക് ആക്കുന്ന വീഡിയോ എടുത്തതാണ് കേട്ടോ. അതെനിക്കത് കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് പുട്ട് ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിതിവിടെ സോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുളിക്കുന്ന സോപ്പൊക്കെ ഇതുപോലെ ആകുമ്പോൾ കുറച്ചാകുമ്പോൾ തേഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ബാത്റൂമിനകത്ത് അതങ്ങനെ വെറുതെ ഇരിപ്പാണ്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ പീസായിട്ട് കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുഴുവൻ നമ്മൾ ഒന്നില്ലെങ്കിൽ സ്ലൈസ് ചെയ്തിടണമെങ്കിൽ ഒന്ന് ഗ്രേറ്ററിലൊന്ന് ചീകി ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാലും മതിയാവും കേട്ടോ. അപ്പോൾ അത് മുഴുവനായി ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായി തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇതുപോലെ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം, നല്ല തിളച്ച വെള്ളമൊന്നും വേണ്ട, ഇളം ചൂടുള്ള വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിങ്ങനെ മെൽട്ടായിക്കോളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത് ശരിക്കും ഒരളവ് പറയുകയാണെങ്കിൽ ഒരു 1/4 ഗ്ലാസോളം തന്നെ വിനാഗിരിയും കൂടി നമ്മൾ അവിടെ അളന്നിട്ട് ഈ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. ഇത് നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസൺ ആയിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് വെച്ചാൽ തന്നെ ഇഷ്ടംപോലെ ഈച്ച വരും. ചെറിയ ഈച്ചയാണെന്നുണ്ടെങ്കിലും കുഞ്ഞ് ഈച്ചയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ശല്യം ചെറുതൊന്നും അല്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ പഴുത്ത മാങ്ങയൊക്കെ ആണെങ്കിൽ നമ്മൾ കൊട്ട കൊണ്ടൊക്കെ മൂടിയൊക്കെ വെക്കുകയാണെങ്കിൽ പോലും ഈച്ചയുടെ ശല്യം അത്യാവശ്യം നല്ല പോലെ തന്നെ ഉണ്ടാവും. മെയിനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിലാണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിളിലും ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട്. നമ്മളൊരു സാധനം വെക്കുമ്പോഴേക്കും വന്ന് ഈച്ച കൂട്ടത്തോടെ വരും. അപ്പോൾ നമ്മൾ ഈച്ചയുടെ ശല്യം അമിതമായിട്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് കിച്ചണിൽ എന്തെങ്കിലും ഒരു സാധനം വെക്കുമ്പോൾ തന്നെ നമുക്കൊരു വൃത്തിയില്ലായ്മയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഈ ഈച്ചയുടെ ശല്യം പെട്ടെന്ന് ആരെങ്കിലും നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നാലും അവർക്കും നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാനൊക്കെ ഭയങ്കരമായിട്ട് കിച്ചണിൽ ഇങ്ങനെ ഈച്ചയും ഒക്കെ കാണുമ്പോൾ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇതുപോലൊരു വെള്ളം കലക്കിയിട്ട് നമ്മൾ അവിടെ വെക്കുക. ഇതിപ്പോൾ 2-3 ദിവസമൊക്കെ നമുക്ക് ഈ വെള്ളം ഇരുന്ന് കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ നമ്മുടെ കിച്ചണിൽ ചെറിയ ഇതിലാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും അല്ലെങ്കിൽ കിച്ചണിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ഇത് അവർക്ക് ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ട് ആ ഒരു പരിസരത്ത് അധികം വരില്ല. പിന്നെ അഥവാ വന്നാലും ഇതിലേക്ക് വഴുതി വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ശല്യം തീരെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലൊരു വെള്ളം ആക്കാൻ നമുക്ക് വിനാഗിരിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഈ സോപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഈച്ച ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ചിലവില്ലാതെ തന്നെ നമുക്ക് കുറച്ച് വിനാഗിരിയുടെ ആവശ്യം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇതിനേക്കാൾ എളുപ്പ വഴി വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ ഫ്രൂട്ട്സൊക്കെ വെച്ചിരിക്കുന്ന അവിടെ നമ്മൾ ഒരു ഗ്ലാസ് വെക്കുക. അതിലേക്ക് കുറച്ച് ഇതുപോലെ തുളസി ഉണ്ടല്ലോ, തുളസിയുടെ ഇല അങ്ങനെ തണ്ടോടുകൂടി തന്നെ ഈ തണ്ടും പൂവും ഒക്കെ കൂടി ഇങ്ങനെ നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിനകത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തുളസിയുടെ മണം കാരണം ഫ്രൂട്ട്സിൻ്റെ ആ ഭാഗത്ത് ഈച്ചയുടെ ശല്യം നമുക്ക് തീരെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈച്ചയുടെ ശല്യമുള്ള ഭാഗത്തൊക്കെ നമ്മളിതുപോലെ ചെറിയ ഗ്ലാസ്സിലോ എന്തിലെങ്കിലും ആക്കിയിട്ട് നമ്മൾ തുളസിയുടെ ഇല വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഈച്ച ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഒന്ന് മഴ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ഇതിൻ്റെ ഒന്നും കൂടെ കൂടുതലായിട്ട് ഈച്ചയുടെ ശല്യം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.